ഹലോ, ഇന്നത്തെ നമ്മുടെ മഴ തോരും മുൻപേലെ കഥ ഭയങ്കര നിർണായകമായ വഴികളിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോലീസ് നിർബന്ധിച്ച് നമ്മളുടെ അലീനയെ കൊണ്ട് പിന്നെ കേസ് കൊടുക്കാൻ വേണ്ടി പറയണം അവരുടെ പേർക്ക്. അതായത് അവളെ കൊണ്ട് തന്നെ ആ പരാതി എഴുതി അവളെ കൊണ്ട് ഒപ്പിടിക്കാനുള്ള പരിപാടിയാണ്. പോലീസ് അവളെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുന്നത്, അതിനൊക്കെ നല്ല മറുപടിയും നമ്മുടെ അലീന കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പരാതി കൊടുക്കാൻ നേരത്തെ അവൾ പറയും എനിക്ക് ഒരു പരാതി ഇല്ലല്ലോ എന്ന് പറയും. നിനക്ക് പരാതിയില്ലേ? നമുക്ക് പരാതി ഉണ്ട്, നീ പരാതി എഴുതണം എന്ന് പറയും. അപ്പോൾ അവൾ പറയും ഞാൻ എഴുതില്ല, എനിക്കില്ലാത്ത പരാതി എന്തിനാ സാറേ എന്ന് വയ്ക്കുകയാണ്. അങ്ങനെ അപ്പോൾ പറയും എന്താണ് ഇന്ന് ഇവളെ 5ാം പ്രതിയായിട്ട് ഇവരുടെ കൂടെ ചേർക്കാൻ, എന്നാൽ ലോക്കപ്പിലിടാൻ വേണ്ടി പറയാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, 5ാം പ്രതിയല്ല 1ാം പ്രതി തന്നെ ആക്കിക്കോളൂ, എന്നാലും ഞാൻ പരാതി തരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ പോലീസുകാരാകാം നട്ടം തിരിഞ്ഞിരിക്കും. അപ്പോൾ വേറെ CI പറയുന്നുണ്ട് അവളെ കൊണ്ടുപോയിട്ട് പിന്നെ ഇതിൻ്റെ മുന്നിൽ കൊണ്ടിരുത്താൻ, സെല്ലിൻ്റെ മുന്നിൽ കൊണ്ടിരിക്കുക. കാരണം കുട്ടികൾ അവിടെയല്ലേ കിടക്കുന്നത്, രോഹിതൊക്കെ. അപ്പോൾ അവിടെ കൊണ്ടുവരുമ്പോൾ രോഹിത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. ഹരിയുടെ മുഖത്തുള്ള ആ പുച്ഛത്തിന് ഒരു മാറ്റമില്ല. അത് കഴിഞ്ഞ് പിന്നെ മാമച്ചനും ഗ്രേസമ്മയും കൂടെ പോയിട്ട് അവരുടെ കസിൻ്റെ മോൻ വന്ന് അവരോടൊക്കെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ എന്നും പറയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ കുട്ടി എങ്ങനെ വയ്ക്കുമ്പോൾ ഇപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന്, അത്ര നല്ല സ്വഭാവമാണ്, നന്മ കുറച്ച് കൂടുതലാണെന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പോലീസിൻ്റെ അന്വേഷണമാണെങ്കിൽ ഇതാണെങ്കിൽ പ്രശ്നമാവും. കാരണം അവർ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരാളെയും വെറുതെ വിടില്ല, എല്ലാ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടേ ഉള്ളൂ, തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടൊക്കെ തന്നെയുള്ളൂ വിടുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ. അത് കഴിഞ്ഞ് വീട്ടിൽ നമ്മളുടെ കൃഷ്ണമോൾ നോക്കുമ്പോൾ ബബിത ഇരുന്നിട്ട് കാമുകനോട് കൊള്ളുന്നതാണ്. പിന്നെ വരാൻ വേണ്ടി പറയും, ഇവിടെ ആരുമില്ല, അലീനല്ല, ആരുമില്ല, എല്ലാവരും പോയിരിക്കണം, ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറയണം, അങ്ങോട്ട് എനിക്കിന്ന് വരാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ കൃഷ്ണ കേൾക്കുന്നുണ്ട്. കൃഷ്ണ കേൾക്കുമ്പോൾ കൃഷ്ണയ്ക്ക് ഇങ്ങോട്ട് കയറുന്നുണ്ട് ദേഷ്യം. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, കൃഷ്ണനോട് ബബിത ചോദിക്കുന്നത്, നീ എന്താ ഒളിച്ചു നിന്ന് കേൾക്കുന്നത്? ഞാൻ ഒളിച്ചാണോ നിൽക്കുന്നത്? ഇവിടെ അത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ആ മുടിത്തലേനെയാണോ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്? ഇങ്ങോട്ട് അവനെ വിളിച്ചു വരുത്തിയിട്ട് അവൻ്റെ തലയിൽ കൂടെ ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും എന്ന് പറയുന്നുണ്ട് നമ്മളെ കൃഷ്ണമോള്. അങ്ങനെ ബബിതയും കൃഷ്ണജയും തമ്മിൽ അടികൂടുകയാണ്. അപ്പോൾ പറയും, നാണുണ്ടോ ചേച്ചിക്ക് ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടായിട്ട് അച്ഛനെ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക, അമ്മയെ വിളിച്ചൊന്ന് ചോദിക്കുക എന്താണെന്നുള്ളത്, ഗോവർദ്ധനെ അങ്കിളിനെ വിളിച്ചിട്ട് രോഹിത്തേട്ടൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക ചെയ്യാണ്ട് ഈ സമയത്ത് ആ മുടിത്തലേനെ വിളിച്ച് കിന്നാരം പറഞ്ഞിരിക്കുന്ന ചേച്ചിക്ക് നാണുണ്ടോ ചോദിക്കുകയാണ്. അപ്പോൾ പറയും, അത് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യടി, നീ ആരാ ചോദിക്കാനും പറയാനും എന്നൊക്കെ ചോദിക്കും, നമുക്ക് നല്ല നീ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിൻ്റെ ചെവിക്കല് ഞാൻ അടിച്ചു പൊട്ടിക്കും എന്ന് പറയാണ് ബബിത. അപ്പോൾ ഇങ്ങോട്ട് വാ, അടിക്കാൻ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ബബിതയുടെ നേർക്ക്. പിന്നെ ഇങ്ങനെ യുദ്ധത്തിന് നിൽക്കുകയാണ് നമ്മളുടെ കൃഷ്ണജമ്മൾ, നീ ഇങ്ങോട്ട് വാ, അടിക്കാൻ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും അവൾ വന്നിട്ട് ഒറ്റ അടയ്ക്കാണ് വാതിൽ. അപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര സങ്കടമാണ്, അല്ലെങ്കിൽ ആരുമില്ല. അങ്ങനെ അതിരുന്ന് കരയുന്നതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മഴ തോരും മുൻപേലെ കഥ കേട്ടോ. ഒരു മിസ് ചെയ്യണ്ടേ, കാണുക. താങ്ക് യു.